തലമുറകളുടെ കൂടിച്ചേരലിനാണ് മഹാരാജാസ് കോളേജ് സാക്ഷ്യം വഹിച്ചത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെത്തിയ പ്രമുഖരെയെല്ലാം സാക്ഷി നിർത്തിയായിരുന്നു കോളേജിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ മുഖ്യമന്ത്രി വിമർശിച്ചത്. പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ച സംഭവത്തിൽ വിദ്യാർത്ഥികളെയും ഇതിന് കൂട്ടുനിന്ന അധ്യാപകരെയും മുഖ്യമന്ത്രി പേരെടുത്ത് പറയാതെ വിമർശിച്ചു. ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചാൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന കൃത്യമായ ആത്മപരിശോധനയിലേക്ക് പോകാൻ നമുക്ക് കഴിയേണ്ടതായിരുന്നു. മഹാരാജാസിനോട് അന്നും ഇന്നും തനിക്ക് പ്രണയമാണെന്ന് പൂർവ്വ വിദ്യാർത്ഥിയായ മമ്മൂട്ടിയുടെ വാക്കുകൾ. എന്നെ പലപ്പോഴും സിനിമകളിലായെങ്കിലും ഇവർക്ക് കാണാൻ ഞാൻ മമ്മൂട്ടിയോട് പഠിച്ചിരുന്ന ആളാണെന്ന് അറിയാം. കാലം ഒരുപാട് പേരിൽ പല മാറ്റങ്ങളും വരുത്തിയതുകൊണ്ട് എനിക്ക് ചില തിരിച്ചറിയാൻ പറ്റില്ല. എനിക്ക് മാറ്റം വന്നിട്ടില്ലെന്നല്ല, പല മാറ്റവും ഞാൻ മറച്ചു വെച്ചിരിക്കണം. അത് നിങ്ങളോട് പറയാൻ എനിക്ക് ശേഷം വിഷമമുണ്ട്. മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മന്ത്രി തോമസ് ഐസക്, മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തങ്ങളുടെ പ്രിയ ഗുരുനാഥൻ പ്രൊഫസർ എം കെ സാനുമാഷിനെ മഹാരാജകീയത്തിന്റെ വേദിയിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ആദരിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.